വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ദീപം കുടുംബശ്രീ. അടുത്ത സെറ്റ് തെറിയേക്കാൻ സാധിക്കും. റിസർവേഷന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ പൊന്നോ, യൂട്യൂബിലല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണം. 2 ക്ലിപ്പാണ് നമ്മൾ ഇട്ടത്. ഒരു ക്ലിപ്പ് റിസർവേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു ക്ലിപ്പും, സെക്കൻഡ് ക്ലിപ്പ് റിസർവേഷനെ ഒരു ഡ്രോബാക്ക് പറയുന്ന ക്ലിപ്പുമായിട്ടത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഒരാൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ റിസർവേഷനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ക്ലിപ്പിൻ്റെ അടിയിൽ പൂരത്തെറി, റിസർവേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ പറയുന്ന ഒരു ഡ്രോബാക്ക് പറയുന്നതിന്റെ ക്ലിപ്പിന്റെ അടിയിലും അതിലും വലിയ തെറി. അങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത അടി എന്താ ഇത്? ഇപ്പൊ നമ്മള് കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സ്ട്രേ ഡോഗ്സ്, തെരുവ് നായ. അത് ഇപ്പം ഞാൻ അതിനെ ഒരു മനുഷ്യസ്നേഹി, ഒരു മൃഗസ്നേഹിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടി വരുന്ന ആദ്യത്തെ കമൻറ്റ് എന്നാ നീ എടുത്തുകൊണ്ട് ഇതിൻ്റെ വീട്ടിൽ കൊണ്ട് വളർത്തടി എന്നുള്ളതായിരിക്കും. പക്ഷേ ഞാനിതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാം. നമ്മളിത് ഫാക്ട്സിൻ്റെയും കുറച്ച് ലോസ്, നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കുറച്ച് ലോസിൻ്റെയും പിന്നെ കുറച്ച് മനുഷ്യത്വമൊക്കെ കൂടെ വെച്ചാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത്. എനിക്കറിയാം, ശരിക്കും നമുക്കറിയാം, ഇതിന് മനുഷ്യസ്നേഹവും മൃഗസ്നേഹവും ഒക്കെ പറഞ്ഞാലും ഇതിൽ വരുന്ന വിപത്തുകൾ വളരെ 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 വലുതാണ്. പക്ഷേ ഒറ്റയടിക്ക് ഈ തെരുവ് നായ്ക്കളെ എല്ലാം, അല്ല, ഞാൻ അതിന് മുമ്പ് മനുവിന് പട്ടി അടിച്ചിട്ടുണ്ടോ? പട്ടി കടിച്ചിട്ടില്ല, ഇതുവരെ കടിച്ചിട്ടില്ല. എന്നെ കടിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറെ തെരുവുനായ ഒന്നുമല്ല കടിച്ചേ, നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലുള്ള പട്ടിയാണ് കടിച്ചേ. പക്ഷെ എനിക്ക് ഇന്നേ വരെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ കൊന്നു കളയണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് പട്ടിയുണ്ട്, എനിക്കൊരു പെറ്റുണ്ട്, മാർലോയെ അറിയുന്നവരായിരിക്കും, എന്നെ അറിയുന്നവരൊക്കെ. പക്ഷേ ഞാനൊരു ഡോഗ് ലവർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഒരു പെറ്റ് ലവറാണ്. എല്ലാവരും പറയും പെറ്റ്സിനെ സ്നേഹിക്കുന്നവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരും 2 കാറ്റഗറിയാണെന്ന് പറയും. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു പെറ്റ് ലവറാണ് എന്നാണ്. കാരണം എനിക്ക് വീട്ടിൽ വളർത്തുന്ന നായകളെ സ്നേഹിക്കാനേ തോന്നിയിട്ടുള്ളൂ. പുറത്ത് തെരുവിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കണം, ശുശ്രൂഷിക്കണം എന്നുള്ള മൈൻഡിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അത്ര വലിയ മൃഗസ്നേഹിയായി ഞാൻ മാറിയിട്ടില്ല. തിരിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൃഗസ്നേഹിയാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് മനുവനറിയാം, ഞങ്ങളുടെ വീടിൻ്റെ വഴി കൂടി നടക്കുന്ന നമ്മുടെ ഏരിയയിലുള്ളൊരു സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്, സ്ട്രേ ഡോഗ് ഉണ്ട്. സുന്ദരി എന്ന് അവളെ വിളിക്കുന്നത്. എൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൻ്റെ മുറ്റത്ത് എവിടെയെങ്കിലും നിന്ന് ഡീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി അവിടെ എത്തും. അവൾക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ വായിൽ വിരലിട്ടാൽ പോലും അവൾ കടിക്കുകയല്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അത് എന്നെ നോക്കിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ടുണ്ട്, അവളുടെ വായിൽ വിരലിട്ട് നോക്കിയിട്ടുണ്ട്, അവളെന്നെ കടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു മൃഗസ്നേഹി തന്നെയാണ്. എനിക്ക് ഒന്നിനെ ഉപദ്രവിക്കുന്നത് അതെൻ്റെ പ്രശ്നമായിരിക്കാം, എൻ്റെ കുഴപ്പമായിരിക്കാം. പിന്നെ സ്ട്രേ ഡോഗ്സിനെ എല്ലാം ഒരുമിച്ച് കൊന്നു കളയണമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര പേടിയാവാറുണ്ട്. കാരണം അവൾ ഒന്നും ചെയ്യാറില്ല, അവൾ ആരെയും ഉപദ്രവിക്കാറില്ല, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടുള്ള. പക്ഷേ ഇവളെ പോലെ തന്നെ ഇവളുടെ ഏരിയയിൽ വേറെ പട്ടികളും ഉണ്ട്. എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്ന് സുന്ദരി പോലെ അവളുടെ ഏരിയയിൽ വേറെ പട്ടികൾ. ഇവളല്ല, സുന്ദരിയെ പോലെ ഇവളുടെ വീടിനടുത്ത് വേറെ പട്ടികളുണ്ട്. ഇവള് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരും ഇവളുടെ കൂടെ വരുമൊക്കെ ചെയ്യും. പക്ഷെ എല്ലാവരും അതുപോലെ നമ്മുടെ അടുത്ത് ആ സ്നേഹത്തോടെ നിൽക്കാറില്ല, ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ ഇവളും വേറൊരു ആൺപട്ടിയും കൂടിയാണ് വരുന്നത്. അതിൽ ഇവള് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. കുഞ്ഞിലെ തൊട്ടേ നമ്മൾ അങ്ങനെ അവളെ ഫ്രണ്ട്ലി ആയിട്ടാണ്, എല്ലാ വീട്ടിലും വരും, നമ്മൾ ഫുഡ് കൊടുക്കും. നമ്മുടെ ആ ഏരിയയിലുള്ള എല്ലാവരും അത്യാവശ്യം നല്ലോണം കെയർ ചെയ്ത് തന്നെയാണ്. കുറേ പേരൊന്നും കയറ്റാറില്ല, ഓടിച്ചുവിടുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോൾ അവൾ കുഞ്ഞിലേ തൊട്ടേ നമ്മളോട് അടുത്തതായതുകൊണ്ട് അവൾക്ക് പേടിയില്ല. പക്ഷെ ഒരു ആൺപട്ടി കൂടിയുണ്ട്, അവന് ഭയങ്കര പേടിയാണ്. ഈ ഒരു ഡിസ്റ്റൻസിലേ അവൻ നിൽക്കുകയുള്ളൂ. ഞാൻ ഒത്തിരിയും കൂടെ മുന്നോട്ട് പോയാൽ അവൻ പുറകോട്ട് പോകും. ചിലപ്പോൾ എന്തെങ്കിലും ബിറ്റർ അനുഭവങ്ങൾ അവൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവൻ എന്തെങ്കിലും വണ്ടി ഇടിക്കുകയോ ആരെങ്കിലും ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ എത്ര ഫുഡ് കൊടുത്താലും ഇപ്പം കുറച്ചടുത്ത് വരും. അതായത് ഇവിടുന്ന് ഒരടി ഡിസ്റ്റൻസിൽ നിൽക്കും. എന്നാലും ഞാൻ ഒരടി വെച്ച് കഴിഞ്ഞാൽ അവൻ 2 അടി പുറകോട്ട് പോകും. അങ്ങനെ നിൽക്കും. പക്ഷെ ഉപദ്രവിക്കത്തില്ല കേട്ടോ. അത് എനിക്ക് 100% ഉറപ്പാണ്. 2 പേരും ഉപദ്രവിക്കില്ല. അപ്പോൾ എല്ലാവരും സ്ട്രേ ഡോഗ്സിനെ ഒരുമിച്ച് അങ്ങ് തട്ടിക്കളയണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ. പക്ഷേ ഇതുപോലെ തന്നെ എൻ്റെ വീടിനടുത്തുള്ളത് ഞാൻ രാത്രിയിലൊക്കെ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ആ റോഡ് ഫുള്ള് ഒരു 5, 6, 7 എണ്ണിയാൽ തീരാത്ത
അത്ര പട്ടികളുണ്ടാവും, ആ വഴി മുഴുവൻ പട്ടികളാണ്. അപ്പം എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കാൻ പേടിയാണ്. കാരണം വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുമന്ന വെട്ടം കാണുമ്പോഴാണോ എന്താ ഇവരെ ട്രിഗർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇവർ ഭയങ്കരമായിട്ട് കുരച്ച് ബഹളം വെച്ച് വണ്ടിയുടെ പുറകെ ഓടി വന്ന്, എന്നിട്ട് ഞാനൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നിങ്ങൾ പോയിട്ട് വേണം ഇറങ്ങിയിട്ട്. എനിക്ക് അതുകൊണ്ടൊരു പേടിയുള്ള ഒരു ഏരിയയും കൂടിയാണ് സ്ട്രേ ഡോഗ്സ് എന്ന് പറയുന്നത്. ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ വഴിയിലാണെങ്കിലും വണ്ടി പോകുമ്പോഴത്തേക്കും കുറച്ചുകൊണ്ട്, അതിപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും കുറച്ചുകൊണ്ട് പുറകെ ഓടി വരും. അതിപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ സ്കൂട്ടറിലാണ് പോകുന്ന സമയത്ത് ഇതുങ്ങൾ ഓടി വന്നു കഴിഞ്ഞാൽ ഞാൻ മറിഞ്ഞു വീഴുമോ, അതോ ഇതുങ്ങളുടെ തലയിലേക്ക് ഞാൻ വീഴുമോ, ഇത് കടിക്കുമോ, ഭയങ്കര പേടിയായിട്ട് ഉള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കടിച്ചിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ഇവൾ ഉപദ്രവിക്കുകയല്ല, പക്ഷെ നമ്മുടെ അവിടെ നമ്മൾ ആ വഴി കൂടെ കയറി വരുമ്പോൾ ഇതുപോലെ തന്നെ വണ്ടിയുടെ പുറകെ കുറച്ചോണ്ട് ഓടി വരുന്നങ്ങളുണ്ട്. ചിലർ പറയും ഇതുങ്ങളെ എപ്പോഴേലും ഇതുപോലെ വണ്ടി എന്തെങ്കിലും തട്ടിയിട്ട് നീ രാത്രി വരുമ്പോ അച്ഛൻ എന്നെ പറഞ്ഞ ഒരു തവണ ഞാൻ അച്ഛനെ രാത്രിയിൽ വിളിക്കാൻ പോയപ്പം അച്ഛനെ വിളിക്കാൻ വന്ന അച്ഛൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ആ വഴിയിലൊരു പട്ടിയുണ്ട്. ഇത് ഞാൻ വണ്ടിയും കൊണ്ട് വരുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് കുറച്ചോണ്ട് പുറകെ പേടിച്ചിട്ട് ഞാൻ സ്പീഡിൽ വിടും. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അത് സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ട് അത് ഒന്നുകൂടെ പുറകെ വരുന്നേ, ഒന്ന് സ്ലോ ചെയ്താൽ മതി, വണ്ടി സ്ലോ അത് കടിച്ചിട്ട് ഇല്ല. ഞാനത് ടെസ്റ്റ് ചെയ്തു, പേടിച്ചിട്ടാണെങ്കിലും. ഒരു ദിവസം ഞാൻ വിളിക്കാൻ പോയപ്പോഴത്തേക്കും ഇത് പുറകെ ഓടി വന്നപ്പോൾ ഞാൻ വണ്ടി പയ്യെ സ്ലോ ചെയ്തു. ഇത് കുറച്ചു നേരം നോക്കി നിന്നിട്ടെങ്കിൽ പോയി. ഇത് പുറകെ വരുന്ന കാണുമ്പോൾ നമ്മൾ കൈ കൊടുത്ത് ഇങ്ങനെ പോവാ പേടിച്ചിട്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇതുങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞത് എല്ലാത്തിനെയും എത്രയും, ഡൽഹിയിലെ കാര്യമാണ് പറഞ്ഞത്, എല്ലാത്തിനെയും എത്രയും പെട്ടെന്ന് 8 വീക്സ് എങ്ങാണ്ട് അവർക്ക് ടൈം ലൈൻ കൊടുത്ത് എല്ലാത്തിനെയും എത്രയും പെട്ടെന്ന് ഷെൽട്ടറിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത്. അതൊരു സ്പെസിഫൈഡ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ നിന്ന്, അതായത് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിൽ നിന്ന് ഇതിനെ ഒന്നോടെ കൊന്നു കളയുക എന്നുള്ളൊരു സാധനം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുക, ഒരു കൊന്നു കളയുക, ആ ഒരു സ്റ്റേജിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. നമ്മൾ എത്ര അതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ വൺസ് അതുങ്ങളെല്ലാം സ്നേഹിച്ച് ആരൊക്കെയോ വളർത്തിയതാണ്, എന്നിട്ട് അതുങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതോ എന്തോ ആയിക്കോട്ടെ, വാട്ടെവർ ഏതെങ്കിലും ഒക്കെ റീസൺസിലായിരിക്കും അത് അങ്ങനെ വരുന്ന പട്ടികളുണ്ട്. അല്ലാതെ സ്ട്രീറ്റിൽ തന്നെ ബ്രീഡ് ചെയ്ത് വരുന്ന പട്ടികളും ഉണ്ട്. ഇതിന് മെയിൻ ഇപ്പോൾ കള്ളിങ് എന്നാണ് അതിന് പറയുന്നത്. അതിന് എല്ലാത്തിനെയും കൂടെ കൊന്നു കളയുക. കള്ളിങ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ ഷോർട്ട് ടേമിലേക്ക് മാത്രം അത് എഫക്റ്റീവ് ആയിരിക്കും. ശരിയാണ്, ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ഡൽഹിയിലുള്ള എല്ലാ പട്ടികളെയും ഒന്നടങ്കം കൊന്നു കളഞ്ഞു, ഷെൽട്ടറിലേക്ക് മാറ്റി. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 5-6 മാസത്തേക്ക് നല്ലോണം റെസ്റ്റ് എടുക്കാം. പട്ടികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ദിസ് ക്രിയേറ്റ്സ് എ വാക്വം എഫക്റ്റ്. ഒരു വാക്വം എഫക്റ്റ് എന്ന് പറയാം. കാരണം അവിടെ ഇപ്പോൾ കോമ്പറ്റീഷന് പട്ടികളൊന്നുമില്ല, സ്ട്രേ ഡോഗ്സ് ഒന്നുമില്ല, സിറ്റിയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതേസമയം അവർക്ക് അവിടെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതേപോലെ അവിടെ റിമൈൻ ചെയ്യാണ്. അവർക്ക് കിട്ടാൻ പറ്റുന്ന ഫുഡ് റിസോഴ്സസ് അവിടെയുണ്ട്, ഷെൽട്ടർ അവിടെയുണ്ട്, അവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പോഴും അവിടെ റിമൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റ ഓർമ്മയില്ല, എല്ലാത്തിനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊന്നു കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു വാക്വം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത ഏരിയയിൽ നിന്ന് ഈ പട്ടികളെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വരും. നമുക്കറിയാം ടെറിട്ടറി ഇവർ മാർക്ക് ചെയ്യും. ഇവർ ജീവിക്കുന്നിടത്ത് അവർ ആ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടായിരിക്കും അവർ വേറെ പുറത്തുനിന്ന് ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും കുറച്ച് ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാക്വം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഏരിയയിൽ നിന്ന് ഇതേപോലെ തന്നെ പട്ടികൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 എണ്ണം ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇപ്പോൾ ഒരു 10 എണ്ണമായി ചുരുങ്ങി. അപ്പോൾ ഇതിന്റെ ബ്രീഡിങ് വളരെ വേഗത്തിൽ നടക്കും. അതായത് കോമ്പറ്റീഷൻ ഇല്ല അവിടെ, ബ്രീഡിങ്ങിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ബ്രീഡിങ് നടക്കും. നമ്മൾ ഈ ഒന്നടങ്കം കൊന്നു കളഞ്ഞതിൻ്റെ ഒരു എഫക്റ്റ് വിത്തിൻ 2 or 3 ഇയേഴ്സ് ഇതിൻ്റെ ഡബിളായിട്ട് മാറും. കാരണം ഇവരെ നമ്മൾ മൊത്തത്തിൽ കൊന്നു കളയണം. അല്ലാതെ റാബിസിന് വാക്സിനേഷൻ എടുക്കുകയോ അവർക്ക് വേണ്ടതായ ഷെൽട്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഇതുങ്ങളെല്ലാം മൊത്തത്തിൽ കൊന്നു കളഞ്ഞു, ഒരു വാക്വം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത സെറ്റ് ഇങ്ങോട്ട് വന്നു. അവിടെ കിടന്ന് പെറ്റ് പെരുകി വീണ്ടും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന പേവിഷബാധയുടെ എണ്ണവും അത് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരും അത് ഒരു ഹ്യൂമൻ സേഫ്റ്റിയെ തന്നെ ഭയങ്കര വലുതായിട്ട് ബാധിക്കുള്ളൂ. കാരണം ഇങ്ങനത്തെ സസ്റ്റൈനബിൾ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ സംഭവങ്ങൾ. അതായത് കള്ളിങ് എന്നുള്ള ആ ഒരു സാധനം മാസമായിട്ട് എല്ലാത്തിനും കൊന്നു കളയുന്ന ഒരു ടെക്നിക്ക്, അതായത് ഈ ഒരു മെത്തേഡ് കാത്മണ്ഡുവിൽ ഇവർ പരീക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് അതൊരു ഡാറ്റ ആയിട്ട് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നേപ്പാളിൽ കാത്മണ്ഡുവിൽ ഇവരിത് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ എഫക്റ്റ് ഈ പറഞ്ഞ പോലെ 2-3 വർഷമേ ഉള്ളായിരുന്നു. ആഫ്റ്റർ 2 or 3 ഇയേഴ്സ് ഇതുങ്ങളെല്ലാം കൂടെ പെറ്റ് പെരുകി അവിടെ പേവിഷബാധയുടെ എണ്ണം ഭയങ്കരമായിട്ട് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്.
അപ്പോൾ പിന്നെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നതാണ് ഈ വന്ധീകരണം എന്ന് പറയുന്നത്. അത് ബർത്ത് കൺട്രോൾ ഒരു പരിധി വരെ അതൊരു വലിയ നല്ല സൊല്യൂഷൻ തന്നെയാണ്. അതായത് ബ്രീഡിങ് തടയും, അതായത് പെറ്റ് പെരുകത്തില്ല. ഇപ്പൊ അത് കോമൺ ആണ്, ഭയങ്കരമായിട്ട് നമ്മുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു കോട്ടയം ഏരിയയിലൊക്കെ ഈ വന്ധീകരണം ചെയ്ത് കഴിയുമ്പോൾ പട്ടികളുടെ ഒരു ടാഗോ അല്ലെങ്കിൽ ചെവിയുടെ ഒരു അറ്റം മുറിച്ച് കളയൊക്കെ. ഞാൻ പറഞ്ഞ സുന്ദരിയുടെ ചെവിയിൽ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ കരുതി ഇവക്ക് എന്തോ പറ്റിയെന്നാ. അപ്പൊ അച്ഛനാ പറഞ്ഞ അതിനെ വന്ധീകരണം ചെയ്തിട്ട് അവര് ചെയ്തു വിടുന്നത്. കാരണം അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇപ്പൊ അവിടെ പുതിയ കുഞ്ഞുങ്ങളൊന്നുമില്ല. ഇവളും ഇവളുടെ അമ്മ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇപ്പൊ കുറെ ഏരിയാസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പട്ടികളുണ്ട്, കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതിന് പിന്നെ ആനിമൽ ബർത്ത് കൺട്രോൾ ആക്ട് ലോസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ലോസിലാണ് ആനിമൽ ബർത്ത് കൺട്രോൾ. ഇതിൽ ഇല്ലീഗൽ കില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ ഇല്ലീഗലായിട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അത് ഇല്ലീഗൽ തന്നെയാണ്. ഇപ്പം നമ്മൾ എത്ര കടിച്ചിട്ടുണ്ട്, നമുക്ക് പേവിഷബാധ കൊണ്ട് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും നമ്മൾ വെറുതെ അതിനെ കൊന്നു കളയാന്ന് പറയുന്ന ഒരു റീസൺ, നമ്മൾ അതിനെ കൊന്നു കളയുന്നതുകൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ കൊല്ലുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം ഈ ഭയങ്കരമായിട്ട് കടിച്ച് ഉപദ്രവിക്കുന്ന, ഇപ്പൊ ഓടി നടന്ന് കടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതായത് വെറുതെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വീഡിയോ ആണ്, വെറുതെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഒരു പട്ടി വന്ന് കടിച്ച് കീറുവാണ്. ചിലർ പറയും നമ്മൾ എന്തെങ്കിലും എടുത്തെറിഞ്ഞിട്ടോ നിങ്ങളുടെ എന്തെങ്കിലും ഉപദ്രവം കാരണമാണ് അതുങ്ങൾ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അതുങ്ങളൊന്നും തിരിച്ചുപദ്രവിക്കുന്നതല്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷേ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട്, അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ പോലും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി വേറെ വരുന്ന ആൾക്കാരെ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കൊല്ലാൻ പോകുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും, അതായത് ആൾക്കാർ വരുന്നിടത്തേക്ക് അതിനെ ഇറക്കി വിടാതിരിക്കുക. അതായത് വീട്ടുകാരുമായിട്ട് അത് സൗഹൃദത്തിലാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അത് അഗ്രസീവ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൗത്ത് ക്യാപ്പ് ഇട്ട് ആൾക്കാരെ കാണിക്കണം. നിർബന്ധമാണെങ്കിൽ ഒരു മൗത്ത് ക്യാപ്പ് ഇട്ട് ആൾക്കാരെ കാണിക്കാം. അല്ലെങ്കിൽ ആളുകൾ വരുമ്പോൾ അത് കടിക്കും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തിറക്കാതെ ആളുകളുമായിട്ട് കോൺടാക്ട് വരാത്ത രീതിയിൽ ഇരിക്കുക. അതുപോലെ നമ്മൾ പ്രോപ്പർ വാക്സിനേഷൻസ്, ഇപ്പം കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു ന്യൂസിൽ, വാക്സിൻ എടുത്ത ആളും റാബിസ് വന്ന് മരിച്ചു എന്ന്. അതായത് ഹ്യൂമൻ എടുത്താണ്, റാബിസ് വന്ന് മരിച്ചു എന്ന്. ശരിക്കും ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കടി കിട്ടിയ അപ്പം തന്നെ ഒരു 3 മിനിറ്റ്സോളം സോപ്പിട്ട് വാഷ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നല്ല പോലെ 20 മിനിറ്റ്സ് ആണോ, 20 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു, സോപ്പിട്ട് 15 to 20 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. സോപ്പിട്ട് നല്ല പോലെ ആ കടി കിട്ടിയുടെ നല്ല പോലെ വാഷ് ചെയ്യണം. ആൻഡ് ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് വിത്തിൻ 24 hours, എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കണം. ഇനി ഈ മുറിവിൻ്റെ ആഴം അനുസരിച്ചാണ് മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ആഴത്തിലുള്ള മുറിവാണ്, ഈ മുറിവിനകത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇപ്പം എനിക്ക് കിട്ടിയതൊക്കെ ചെറിയ കടിയായിരുന്നു. എനിക്ക് കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുത്തത്. 2 കയ്യിലും കിട്ടും. TT എടുക്കും, ഈ വാക്സിൻ എടുക്കും. അതൊരു 3 ദിവസം വാക്സിനേറ്റഡ് ആണെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ വാക്സിൻ എടുക്കണം. ഇനി അതിപ്പോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് കടി കിട്ടിയ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ്. അവിടെ പോയി ഞങ്ങൾ ഇത്ര രൂപ മുടക്കി 4 ഡോസ്, ഞാൻ 3 വട്ടം കണ്ട അതിന്റെ ബൂസ്റ്റർ ഡോസും എടുത്തിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പൂച്ച മാന്തി, പട്ടി കടിച്ചു, ഇതെല്ലാം എനിക്കിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഞാൻ കോട്ടയം ജില്ലാശുപത്രി പോയാണ് ഇതെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇനി നമ്മൾ നിന്നെ അന്ന് അത് അലർജീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്യും. അതായത് ഇവക്ക് ബീഫ് അലർജി ഉണ്ട്. അപ്പൊ അന്ന് കമ്മിതാണോ മാന്തിയതാണോ? അല്ല, അത് കടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫുഡ് വായിക്കകത്ത് വെച്ച് കൊടുത്തപ്പം പൂച്ചണ്ടന്റെ പല്ലുണ്ട്. അപ്പോൾ അന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഈ വാക്സിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതുവരെ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോയി എടുത്തിട്ടുള്ളതാണ് പറയുന്നത്. ഇതുവരെ അത് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 ഡോസാന്ന് തോന്നുന്നു. 3 ദിവസത്തേക്ക് കണ്ട ഒരു ദിവസം കഴിഞ്ഞ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ 4 ഡോസ് കൊണ്ട് കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങളെ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ TTയുടെ ലൈഫ് ലോങ് ആണ് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ പിന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കാം. ഞാൻ എടുത്തത് ബൂസ്റ്റർ ഡോസ് ആണ്. അത് ഒറ്റ ഇഞ്ചക്ഷൻ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അത് നമ്മൾ ജനറൽ OP എന്നൊരു പേപ്പർ എഴുതി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ റൂമിൽ വന്ന് ആ ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ച് വീട്ടിൽ പോരാം. ഈ പറയുന്ന കണ്ടിന്യൂസ് 4 ഡോസ് വാക്സിനേഷൻ
അഫക്റ്റഡ് ആണെങ്കിൽ പിന്നീട് നമ്മളെ പട്ടി കടിച്ചാലും നമുക്ക് ബൂസ്റ്റർ ബൂസ്റ്റർ ഡോസ്. ഡോസ് പിന്നെ അവർ ചോദിക്കും ഇത്ര വർഷത്തിനുള്ളിൽ TT എടുത്തിട്ടുണ്ടോ. TTയുടെ കാലാവധി ഇപ്പൊ 3 ആണോ 5 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അത്ര എങ്ങാണ്ടുണ്ട്. 6 months അല്ല ഇപ്പൊ TTയുടെ കാലാവധി. TTയുടെ കാലാവധി എത്രയോ വർഷങ്ങളുണ്ട്, 3-5 വർഷങ്ങൾ TTയുടെ കാലാവധി ഉണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ TT എടുക്കേണ്ട ആവശ്യം വരുന്നില്ല റീസെന്റ് ആയിട്ട് എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ വാക്സിൻ എടുക്കുക, അത് ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ നിയർ ബൈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മതി. നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഇത് മേ ബി എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ടില്ല. നമ്മൾ നേരെ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ ജില്ലാശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിനൊരു സൊല്യൂഷൻ എന്താണ്. ഇനി ഈ വാക്സിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 24 hours ചെന്ന് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏറ്റ് ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിന്റെ റീസൺ ഇത് കടി ഡയറക്റ്റ് നെർവിൽ കൊള്ളുന്നോണ്ടാണ്. നെർവിൽ കടി കൊണ്ടാ പിന്നെ ഒരു കാര്യമില്ല, വാക്സിൻ എടുത്തിട്ടൊന്നും കാര്യമില്ല. മരിച്ചുപോയ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നെർവിൽ ഡയറക്റ്റ് ആണ് ഈ വൈറസ് കയറുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കടി കിട്ടി 24 മണിക്കൂറിനകം എന്ന് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു ഗവൺമെൻറ് ആശുപത്രിയിലോ PHSയിലും ഈ ഒരു വാക്സിനേഷൻ നമുക്ക് ലഭ്യമാണ്. PHSയിലോ പോയി നിങ്ങൾക്ക് ഈ വാക്സിൻ ഉറപ്പായും എടുക്കുക. അതിനൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു കാര്യമാണ്. പട്ടിയെ കൊല്ലാൻ നിൽക്കരുത്. ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ട് പിന്നീട് വന്നിട്ട് നമുക്ക് പട്ടിയെ കൊല്ലാം. പിന്നീട് വന്നിട്ട് വണ്ടിയെ കൊല്ലാന്നല്ല, അല്ല അത് ചിലത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നീയൊക്കെ എന്നാ വീട്ടിൽ കൊണ്ടുപോയി വളർത്തടി എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു മൃഗസ്നേഹിയുടെ ഉത്തരവാദിത്വം കൂടിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ ഡോഗ് അല്ലെങ്കിൽ ആനിമൽ NGOs ഉണ്ട്. അതെ, ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഈ പറയുന്ന മൃഗസ്നേഹം കൂടുതലുള്ള വ്യക്തികൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാത്രിയാകുമ്പം അവരുടെ വീടിൻ്റെ മുമ്പിൽ ചിക്കൻ്റെ കാല്, അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം, ഇതെല്ലാം പുറത്ത് അവരുടെ ഗേറ്റിൻ്റെ വെളിയിൽ വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടമായിട്ടാണ് ഇവർ വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാല് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ബഹളമായി കുറച്ച് ഭയങ്കര സീനാണ്. അപ്പം ഇതൊക്കെ ചെയ്യാറുണ്ട്. അവരതുകൊണ്ട് സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമ്മളുടെ ആ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കടിക്കുന്നല്ല, പക്ഷേ അത് സേഫ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഫുഡ് ഫീഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ ഫുഡ് ഫീഡ് ചെയ്യുന്നതിലൂടെ അവർ ആ ഒരു ഗ്രൂപ്പ് അത് എക്സ്പെക്റ്റ് ചെയ്യും, ഡെയിലി അത് എക്സ്പെക്റ്റ് ചെയ്യും. ഒരു ദിവസം കിട്ടാതെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പിന്നീട് വരുമ്പോഴത്തേക്കും കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള റിയാക്ഷൻസ് അവർക്കുണ്ടാവും. അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന അവർ വേറൊരിടത്ത് ഫുഡ് തേടി പോകുന്നില്ല, അവർക്ക് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ വേറൊരിടത്തൊരു ഫുഡ് തേടി പോകാതിരിക്കുമ്പോഴത്തേക്കും 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദേഷ്യം അവർ കാണിച്ചു തുടങ്ങും. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം സ്നേഹിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ആ സ്നേഹം കൂടിപ്പോയിട്ട് ബാക്കിയുള്ളവർക്ക് അതൊരു ദോഷമായിട്ട്. ഞാൻ കുറേ കമൻസിലൊക്കെ കണ്ടു, ഇങ്ങനെ വരുന്ന കമൻസിൽ ബാംഗ്ലൂരൊക്കെ ഡോഗ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അതായത് ഗവൺമെൻറ് അതുപോലെ ടേക്ക് കെയർ, അവിടുത്തെ ഫെസിലിറ്റീസ് അതോറിറ്റീസ് അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, ബാംഗ്ലൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ഞാൻ റീസെൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് കണ്ടത്, ബാംഗ്ലൂർ അതോറിറ്റി അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത് ഈ പട്ടികൾക്കെല്ലാം തന്നെ എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണിയോ എന്തോ സംഭവം ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതാണ് അവർ എടുത്തൊരു തീരുമാനം. കാരണം ഇതുങ്ങൾ സ്റ്റാർവ് ചെയ്യുമ്പോഴാണ് കടിക്കുന്നതും അഗ്രസീവ് ആവുന്നതും എന്നുള്ളൊരു കണ്ടുപിടുത്തം കൊണ്ട് ഇവരെടുത്തൊരു തീരുമാനമാണ് ഇതുങ്ങൾക്ക് പ്രോപ്പർ ഫുഡ് കൊടുത്ത് അതുങ്ങളെ ഷെൽട്ടർ പോലെ കീപ്പ് ചെയ്യുക. അതായത് ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നില്ല, പക്ഷെ അവർക്ക് സ്ട്രീറ്റിൽ തന്നെ ഫുഡ് കൊടുക്കുക. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഉറങ്ങിക്കോളൂ എന്നുള്ളൊരു, കുറച്ച് നേരം കിടന്നുറങ്ങും, പിന്നെ ആ സമയത്തിന് ഫുഡ് ആകുമ്പോഴത്തേക്ക് അതുങ്ങൾ ഓടി വരും. ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ മതി, ഇതുങ്ങൾക്ക് അധികമൊന്നും തിന്നത്തില്ല, ഒരു നേരത്തെ ഫുഡ് എങ്ങാണ്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് അവരെടുത്തൊരു തീരുമാനം. അപ്പം ഞാനത് കമൻറ്റ് കണ്ട കുറേ കാര്യങ്ങളാണ്. ബാംഗ്ലൂരിൽ ഡോഗ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ആരെയും കടിക്കാറില്ല, അങ്ങനെയൊക്കെ. എനിക്ക് അറിയത്തില്ല ഇതിൽ എന്തേറെ സത്യാവസ്ഥ ഉണ്ടെന്ന്. ബാംഗ്ലൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതൊരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു സൊല്യൂഷൻ തന്നെയാണ്. പക്ഷെ അതെല്ലാം ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ഇല്ല. ഈ പറയുന്ന പോലെ NGOs ഉണ്ട്, മൃഗസ്നേഹികളായിട്ടുള്ള NGOs ഉണ്ട്, ഈ മൃഗങ്ങളെ പരിപാലിക്കാനായിട്ടുള്ള. നമുക്കറിയാം, വഴിയിലൊരു പട്ടി അവശനായി കിടന്നു അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് കിടന്നു, നമുക്ക് ഈ പറയുന്ന പോലെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ക്യൂ ടീംസിനെ കിട്ടും. അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് റെസ്ക്യൂ ചെയ്യുക, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഇതുപോലുള്ള ഷെൽട്ടേഴ്സിലേക്ക് മാറ്റുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഷെൽട്ടറിൽ
ഫുൾ ടൈം ഇവർ കീപ്പ് ചെയ്യാറില്ല. ചിലപ്പോൾ ചെറിയൊരു NGO ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ റെസ്ക്യൂ ടീം ആയിരിക്കാം. ഇവർക്ക് ഇങ്ങനെ കീപ്പ് ചെയ്ത് അതുങ്ങളെ ലൈഫ് ലോങ് നോക്കാൻ പറ്റില്ലായിരിക്കും. അതുങ്ങൾ ബെറ്റർ ആയി എന്ന് തോന്നുമ്പോൾ വീണ്ടും അവർ റോഡിലേക്ക് വിടും. പക്ഷേ അവർ വിടുമ്പോഴത്തേക്ക് അതിന് പ്രോപ്പർ വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടായിരിക്കും അവർ വിടുക എന്നുള്ളത് ഒരു മെയിൻ പോയിന്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇതുങ്ങളുടെ ഇടയിൽ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. ഇപ്പം സ്ട്രീറ്റ് ഡോഗ്സിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റേ പാർവോ വൈറസ് അങ്ങനെയുള്ള കുറേ ഡിസീസസ് ഉണ്ടല്ലോ. ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൈഡ് സ്പ്രെഡാണ്. വൈഡ് സ്പ്രെഡ് കുറേ എണ്ണം അങ്ങനെ മരിച്ചു പോകും, ചത്തുപോകും. പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതുങ്ങളെയും ഈ പറയുന്ന നമ്മൾ ചെരുപ്പൊക്കെ എന്താ നടന്നു പോകുമ്പം നമ്മുടെ ഇവരുടെ തുപ്പലോ കാര്യങ്ങളോ സലൈവ അല്ലെങ്കിൽ എക്സ്ക്രീഷൻസിലൊക്കെ നമ്മൾ ചവിട്ടിയിട്ട് നമ്മൾ അതുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പട്ടികൾ അത് കടിച്ചു കഴിഞ്ഞാലും ആ ചെരുപ്പിൽ നക്കുകയോ കടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസസും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസീസസും ഇവർ കാരണം ഉണ്ടാവാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് എൻറ്റയർലി ടോട്ടലി ഇതിൻ്റെ മേജർ പോർഷൻ ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഗവൺമെൻറ് പ്രോപ്പറായിട്ടുള്ളൊരു ഷെൽട്ടർ ഉണ്ടാക്കുക. ഇത് മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പബ്ലിക് സേഫ്റ്റിക്ക് കൂടിയാണ്. അതായത് നമുക്ക് രാത്രിയിൽ ഇതുപോലെ പേടിക്കാതെ പുറത്തിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുങ്ങളെല്ലാം കൊന്നു കളയുന്നത് ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഗവൺമെന്റ് അങ്ങനെ ഒരു മുൻകൈ എടുക്കുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കണം, നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് ഫുഡുകൾ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫുഡ്, അല്ലെങ്കിൽ അവരുടെ ഷെൽട്ടർ സ്പേസിൽ അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ടാവും, അത് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഡൽഹിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും വഴിയിലിറങ്ങി ഒരുപാട് പേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക. ഗവൺമെന്റിന് അല്ലെങ്കിൽ അതിനൊരു റിക്വസ്റ്റ് കൊടുക്കുക. അതിൽ വേണ്ടുന്ന ഫണ്ടിങ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രൂപീകരിക്കുക. വഴിയിലിറങ്ങി പ്രതിരോധിച്ചത് കൊണ്ട് മാത്രം എന്തെങ്കിലും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോകുന്നവർ, അപ്പം എല്ലാവരും പറയുന്ന പോലെ ഇത്ര മൃഗസ്നേഹമുണ്ട്, വീട്ടിൽ കൊണ്ട് വളർത്താൻ കഴിവുള്ളവർക്ക് പറ്റും. അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഒരെണ്ണത്തിന് വീട്ടിൽ എടുത്ത് വളർത്തണം, എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല അതിനെടുത്ത് വളർത്താനായിട്ട്. അങ്ങനെയും ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ മേജർ പോർഷൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. പിന്നെ വളർത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും മൃഗങ്ങളെ വളർത്തണം, പെറ്റ്സിനെ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ അത് വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പെറ്റ് ഭയങ്കര ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒക്കെ മേടിക്കും. ഇതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുങ്ങൾ ഭയങ്കര ഒരു ബേർഡനായിട്ട് മാറും. ഇതിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യില്ല, ഇതിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യില്ല, ഇതിന് പല അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതുങ്ങൾ അവസാനം അതിനൊക്കെ നല്ല ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിപ്പം ഏത് ബ്രീഡാണെങ്കിലും, ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ബ്രീഡുകളെ മാത്രമല്ല ഇങ്ങനത്തെ ടേക്ക് കെയറിങ് എന്ന് പറയുന്നത്. നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു പട്ടിയോ പൂച്ചയോ ആയിക്കോട്ടെ, നമ്മളതിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ലൈഫ് നല്ല രസമാണ്. പിന്നെ നമ്മുടെ നമുക്ക് കൂടെ കൊണ്ട് നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അങ്ങനെ ഒരു വില്ലിങ്നെസ്, അങ്ങനെ ഒരു മൈൻഡ് ഉള്ളവർ മാത്രമേ പെറ്റ്സിനെ വളർത്താനോ എടുക്കാനോ പാടുള്ളൂ. അത് കാശ് കൊടുത്ത് മേടിക്കുന്നതാണെങ്കിലും നിങ്ങൾ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതാണെങ്കിൽ അതുങ്ങളെ നോക്കാം, അല്ലെങ്കിൽ അതൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അതൊരു കമ്മിറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളുടെ ലൈഫ് തീരുന്നത് വരെ നമുക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതുങ്ങളെ പ്രോപ്പറായിട്ട് നമ്മൾ ടേക്ക് കെയർ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വഴി കൂടി പോമറേനിയൻ ലാബ് ഇതെല്ലാം നടക്കുന്ന കണ്ടിട്ടുണ്ട്. കഴുത്തിൽ ബെൽറ്റൊക്കെ ആയിട്ട് ഇപ്പം പൊട്ടിച്ചോടി വരുന്നതാണോ ഇവർ വഴി കൊണ്ട് കളയുന്നതാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പെറ്റിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം അതിന് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് ഇപ്പൊ ഒരു നാടൻ പൂച്ചയെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടേക്ക് കെയർ ഒന്നും വേണ്ട. അത് തന്നെ നക്കി തുടച്ചോളും, എവിടെന്നെങ്കിലും ഫുഡ് ഉണ്ടാക്കിയോളും. നമ്മൾ വന്ന് കയറി പോകുന്ന പൂച്ചയാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞു മൃഗസ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര ടൗൺ ഏരിയ. അപ്പം ടൗണിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര സോഷ്യലല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അപ്പം എൻ്റെ വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അപ്പം എൻ്റെ വീടിനടുത്ത് ഒരു വീട്ടിൽ കുറച്ച് പൂച്ചകളെ വളർത്തുന്ന വീടുണ്ട്. അപ്പോൾ ഈ പൂച്ചയെ വളർത്തുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പൂച്ചകൾ നമുക്ക് ഒരിക്കലും ഇതുങ്ങളെ പൂട്ടിയിടാൻ പറ്റില്ല. അപ്പോൾ ഇവർ പൂച്ചയെ വളർത്തുന്നത് ഭക്ഷണം ഏതോ ഒരു നേരം ഭക്ഷണമൊക്കെ കൊടുക്കും, വീട്ടിലെ മീനും മുള്ളും ഒക്കെ തിന്നാൽ ഇതുങ്ങൾ വളരുന്നെങ്കിലും ഇതുങ്ങളെല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ഏറ്റവും വലിയ ശല്യം പൂച്ചത്തീട്ടം. എല്ലാ വീട്ടുകാർക്കും വളരെ ഈർഷ്യ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പൂച്ചത്തീട്ടം. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ എല്ലാ ബൈക്കിൻ്റെയും സീറ്റ് നിങ്ങൾ മാന്തി കയറും. ബൈക്കോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും നമ്മൾ അത് ഈ പറയുന്ന ലക്ഷങ്ങൾ വിലയുള്ള വണ്ടി മേടിച്ചിട്ടിട്ട് അതിൻ്റെ സീറ്റ് പൂച്ച മാന്തി കയറുന്നത്, അത് നമ്മൾ സ്വന്തമായിട്ട് വളർത്തുന്ന സാധനമല്ല, വേറെ ഏതോ വീട്ടിൽ നിന്ന് വരുന്നത്. ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട്
ഇത് ഭയങ്കര പ്രശ്നമായി, കേസ് കൊടുക്കുന്നതായി, കുറേ പേര് ഇതുങ്ങളെ വിഷം വെച്ച് കൊല്ലും എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഭയങ്കരമായിട്ട് വീട്ടുകാർ തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് അത് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള സൊല്യൂഷൻ അവർ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടുകാർ രാവിലെ തൊട്ടടുത്തുള്ള വീട്ടിലെ പൂച്ചത്തീട്ടങ്ങൾ ഒരു വെളുപ്പിന് 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് അവർ വന്ന് തോണ്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അതൊരു ടൗൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് വീടിനകത്തിട്ട് വളർത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഇതുങ്ങളിങ്ങനെ മതിലുകളൊന്നും പൊക്കി കെട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഓടി എല്ലാ വീടുകളിലേക്കും പോവുകയും ചെയ്യും. പോകുന്ന വീട്ടുകാർക്കെല്ലാം ശല്യമാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നപ്പം അവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ ഇതാ. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഉണ്ട്. നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും നമ്മൾ എടുക്കാൻ റെഡി ആയിരിക്കണം. അങ്ങനെയും ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്ട്രേ ഡോഗ്സ്. അപ്പോൾ സ്ട്രേ ഡോഗ്സ് ഇതിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന മെയിൻ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക. പിന്നെ ഷെൽട്ടർ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സ്ട്രേ ഡോഗ്സിനെല്ലാം തന്നെ പ്രോപ്പർ വാക്സിനേഷൻ പ്രോപ്പർ ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുക. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഇതിനെ കൊല്ലുന്നതാണ് ബെറ്റർ എന്ന് ഒരിക്കലും ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇപ്പം പല ഏരിയാസ് ഫോക്കസ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് മുമ്പോട്ട് വെക്കാൻ, നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഞാൻ നോക്കിയിട്ട് ഇപ്പം ഒരു പഞ്ചായത്തിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചായത്ത് എല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോ ബ്ലോക്കായിട്ട് ഓരോ പഞ്ചായത്തായിട്ടും തിരിച്ചേക്കുന്ന ഒരു ഏരിയയിലെ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഷെൽട്ടർ അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല, അല്ലെ അതിനുള്ള പ്രോപ്പർ ഫണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള സ്ട്രേ ഡോഗ്സിന് പ്രോപ്പർ വാക്സിനേഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ പഞ്ചായത്ത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പ്രോപ്പർ വാക്സിനേഷൻ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഞാൻ പറയാണ്, മനുഷ്യസ്നേഹികളും മൃഗസ്നേഹികളും എല്ലാം കൂടെ വന്ന് ഇതിൻ്റെ അടിയിൽ പൊങ്കാലിട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മളൊരു മാസമായിട്ടൊരു 20-25 എണ്ണത്തിനെ കൊന്നു എന്ന് കരുതുക, അതൊരു പ്രോബ്ലം സോൾവിങ് സൊല്യൂഷനേ അല്ല. പിന്നെ ഇത് നമ്മുടെ ടൂറിസത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസ്റ്റുകൾ നമ്മളെ ഭയങ്കര വില്ലന്മാരായിട്ടും ഭീകരന്മാരായിട്ടും കാണാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. നമ്മളൊരു ഏരിയയിലെ സകല മൃഗങ്ങളെയും കൊന്നു കളയുക എന്ന് പറയുന്നത് ടൂറിസത്തെ ബാധിക്കാനുള്ളൊരു അതിൻ്റെ ഒരു ഭയങ്കര വലിയ പോയിന്റ് ഒന്നും അല്ല, വളരെ ചെറിയൊരു പോയിന്റ് ആയിട്ട് നമുക്ക് അങ്ങനെ എല്ലാത്തിനെയും അങ്ങ് ഇല്ലാണ്ടാക്കി, നമ്മളെ ഉപദ്രവിക്കുന്ന എല്ലാ സാധനത്തിനും അങ്ങനെ തുടച്ചു നീക്കാനോ ഇല്ലാണ്ടാക്കാനോ ഉള്ള ഒരു റൈറ്റും ഇല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്ന പോലെ ആ മൃഗങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ ഉറപ്പുവരുത്തുക. അതിൻ്റെ ഭാഗമായിട്ട് കൊന്നു കളയാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാം. ഹോം ഷെൽട്ടേഴ്സ് ഉണ്ടാക്കാം. അതുങ്ങൾക്ക് പ്രോപ്പർ ഷെൽട്ടർ, പ്രോപ്പർ വാക്സിനേഷൻ, പ്രോപ്പർ ഫുഡ്. ഈ വേസ്റ്റ് അവിടെ ഇവിടെയും കിടക്കുന്നതാണ് ഇതുങ്ങൾ പെറ്റുപെരുകാനും അഗ്രസീവ് ആകാനുമായിട്ടുള്ള മെയിൻ റീസൺ. ഈ വേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതുങ്ങൾ അവിടെ തമ്പടിക്കുന്നതിന്റെ കാരണം. അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റ്, അതുങ്ങളുടെ ആ ടെറിട്ടറിയിൽ വേറെ ആരെങ്കിലും വന്നു ആ വേസ്റ്റ് ഷെയർ ചെയ്തു പോകുന്നതിനോട് അതിന് താല്പര്യമില്ല. അപ്പൊ ഇതുങ്ങൾ തമ്മിൽ അടിയാവും. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതുങ്ങൾക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക, പ്രോപ്പർ വാക്സിനേഷൻ, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ അറിവിൽ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പേരിൽ തെറി വിളിക്കേണ്ടവർക്ക് അതും വിളിക്കാം, നമുക്കതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ഫാക്സിൻ്റെയും പിന്നെ കുറച്ച് ലോസ്, മൃഗസ്നേഹം ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡ്. ഇനി എന്തെങ്കിലും മിസ് ചെയ്തോ? എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ആയി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ്റിനെ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ളത്. ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റ് ചെയ്ത് നടക്കുന്നവരും NGOs ഉണ്ട്, റെസ്ക്യൂ ടീംസ് ഉണ്ട്, ഇവരെല്ലാവരും കൂടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. അപ്പോൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ വാക്സിനേഷൻ, ബർത്ത് കൺട്രോൾ കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റട്ടെ. അങ്ങനെ പിന്നെ നമ്മളും പ്രോപ്പറായിട്ട് വാക്സിൻ എടുത്ത് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. വെറുതെ പോകുന്ന പട്ടിയുടെ വായി കൈയിട്ട് കൊണ്ട് കടി കൊട്ടിയിട്ട് എന്നെ പട്ടി കടിച്ചെന്ന് കരയാതിരിക്കുക, അതും കൂടെ ഉണ്ട്. അതെ, ഞാനൊരു വീഡിയോ കണ്ടു, വെറുതെ പോയ പട്ടി, അത് കുഞ്ഞു പട്ടിയായിരുന്നു കേട്ടോ. ഇവിടെയല്ല, നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ്, കുഞ്ഞു പട്ടിയാ, പപ്പി സ്റ്റേജ്. അത് അതിനെ വഴിയെ പോയ ഒരുത്തന്നെ എടുത്തിട്ട് അടിക്കുന്നു, അലക്കും അതിനെ എടുത്തിട്ട്. കണ്ടിട്ട് നമുക്ക് ദേഷ്യം വരും. പോകുന്നവരും വരുന്നവരും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുക. ഒരു ചെറുക്കൻ വന്നിട്ട് അയാൾക്ക് നല്ല പുതിര തല്ലിയിട്ട് പുള്ളിയെ പറഞ്ഞു വിട്ട്. അത് കണ്ടപ്പോൾ മനസ്സമാധാനമായി. അത് പപ്പി സ്റ്റേജ് അല്ലല്ലോ, അത് വേറൊരു കേസ്. അത് ഞാൻ പറയാം, ആ വീഡിയോയ്ക്കകത്ത് പുള്ളി ഒരു
ഒരു ബൈക്കിൻ്റെ പുറകെ ഈ പട്ടി കുരച്ചോണ്ട് ഓടുക. പുറകെ വന്ന പുള്ളി വടിയെടുത്ത് ഇതിനെ തല്ലുക, നിലത്തിട്ട് തല്ലി 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 ഇതിങ്ങനെ കിടക്കുക. അപ്പോൾ വേറൊരുത്തൻ വന്നിട്ട് പറയും, ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുക, പട്ടിയെ തല്ലരുത് അങ്ങനെ ഇങ്ങനെ. ഈ പട്ടി എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ കടിക്കും. അതാണ് ആ വീഡിയോ. അപ്പോൾ പട്ടിക്ക് ആരാ തല്ലിയ ആരാ അടിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനെ തല്ലിയ കാളെ അത് കടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും അത് എടുത്തേക്കുന്നത്. അതും എനിക്കറിയത്തില്ല, പട്ടിയുടെ മൈൻഡല്ലേ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും പട്ടിയെ മാസമായിട്ട് കൊല്ലുന്നതിനോട് ഞാനെതിരെ. ആരെന്ത് തെറി പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. കാരണം ഇത് ഒരു 2 എണ്ണം കടിച്ചെന്നും പറഞ്ഞുകൊണ്ട് 50 എണ്ണത്തിനെ കൊല്ലുന്നതിനോട് ഞാൻ വളരെ 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 എതിര് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ അതിൽ തന്നെ തെറി പറയും, ആൾക്കാർ അത്രയും ചാവുന്നുണ്ടോ, അതിന് നിനക്ക് കുഴപ്പമില്ല എന്ന് പറയും. അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള പക്ഷെ അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഈ സ്ട്രേ എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അത് നമ്മൾ എത്ര വീഡിയോസ് കണ്ട് തമാശയായിട്ട് ചിരിച്ചാലും തള്ളിക്കളഞ്ഞാലും ഭയങ്കര കൊച്ചു കുട്ടികളെ വന്ന് കടിച്ചു കയറുന്നു. ഒരു സ്കൂൾ കുട്ടി ഇട്ട് ഓടിക്കുന്നു. അത് വീടിനകത്ത് അത് ഓടി കയറിയോണ്ട് രക്ഷപ്പെട്ടു. അതിന്റെ ആ വരവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും വീഡിയോ കാണുമ്പോൾ. അങ്ങനെ അപ്പോൾ ആ ഏരിയയിലുള്ള അതോറിറ്റീസ് അതിന് വേണ്ടിയുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പം സ്ട്രേ ഡോഗ്സ് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് പട്ടി അടിക്കുമ്പോഴേ ഈ വിഷയങ്ങളൊക്കെ പൊന്തി വരുന്നുള്ളൂ. അതുവരെ പട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആരെങ്കിലും എവിടെയെങ്കിലും കടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പം സീരിയസ് ആയിട്ട് അതത് അതോറിറ്റീസ്, അതത് പഞ്ചായത്തുകൾ, അതത് മുനിസിപ്പാലിറ്റി വാർഡുകൾ അതിൻ്റേതായ മെഷർമെൻ്റ് എടുത്ത് നിങ്ങളുടെ ഏരിയയിലെ മനുഷ്യർക്ക് സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാവരും മുന്നോട്ട് പോവുക, പറയാനേ പറ്റത്തുള്ളൂ. ചെയ്യുന്നത് വളരെ 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 കുറവാണ്. അപ്പോൾ ആക്ഷൻ വിങ്സ് ഒക്കെ വരട്ടെ. സ്ട്രേ ഡോഗ്സ് മനുഷ്യനും മൃഗങ്ങൾക്കും പരിക്കുകളും കേടുപാടുകളും ജീവൻ ആപത്തും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാം പോസിറ്റീവ് രീതിയിൽ പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ തീരുവാണ്. സീരിയസ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യരുത്, നിങ്ങൾ തമാശയ്ക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. തമാശയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ എന്ത് ടോപ്പിക്കാ? എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടുവാണെങ്കിൽ തമാശ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി ബിഗ് ബോസ് ആണ്. അടുത്ത ആഴ്ച ഞാനത് കാണാറില്ല. ഏതെങ്കിലും എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് റോസ്റ്റിംഗ് തുടങ്ങാം. ഈ സീരിയൽ റോസ്റ്റിംഗ് പണ്ടത്തെ സീരിയൽ നമുക്ക് ഒരു തവണ എടുക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ ഒരു സീരിയൽ കാണുന്ന കണ്ടിട്ട് എൻ്റെ പൊന്നോ തൊലി ഇങ്ങനെ ഉരിഞ്ഞതായി. എങ്ങനെ അമ്മ അത് കണ്ടോണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്തൊരു സാധനം ഈ സീരിയലാണ്. നമ്മൾ കുഞ്ഞിലെ കണ്ടോണ്ടിരുന്നതിൽ നിന്ന് അടുത്ത ആഴ്ച തീർക്കട്ടെ. ശരി, എന്നാൽ അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.